ഹലോ ഗൈസ്, ഏവർക്കും ഇൻഫോർ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഫാത്തിമ ദിൽഫ. ഞാൻ 5 ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ലോട്ടസ് ടെമ്പിൾ എന്ന സ്ഥലം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇതിന്റെ സമയം. 10,000-ലേറെ ആളുകൾ ഇവിടെ ആദ്യ ദിനം സന്ദർശിച്ചിട്ടുണ്ട്. 1986 ഡിസംബറിലാണ് ഈ ആരാധനാലയം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നത്. മതത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും മുന്നിലാണ് ഈ ക്ഷേത്രം തുറന്നു നിൽക്കുന്നത്. അടുത്തതായി നാം പരിചയപ്പെടുന്നത് ഇന്ത്യ ഗേറ്റ്. സൈനികരുടെ ഓർമ്മയ്ക്കാണ് ഈ സ്മാരകം സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ചിട്ടുള്ള കോട്ടയാണ് ചെങ്കോട്ട അല്ലെങ്കിൽ ചുവന്ന കോട്ട. ഷാജഹാൻ ചക്രവർത്തി ഈ കോട്ടയ്ക്ക് കിലാം ഇൻ അള്ളാ എന്നായിരുന്നു പേരിട്ടിരുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ചുമരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന പഴയ ഡൽഹി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജ്ഘട്ടിലാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയെ അടക്കിയ സ്ഥലമാണ് രാജ്ഘട്ട്. 1948 ജനുവരി 31-നാണ് അദ്ദേഹത്തെ ഇവിടെ അടക്കിയിട്ടുള്ളത്. ഗാന്ധിജിയുടെ സ്മാരകത്തിന്റെ മുന്നിൽ ഹേറാം എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കാണ്. രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധിയുടെ ഈ സ്മാരകം കറുത്ത മാർബിൾ കൊണ്ട് ചതുര ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണ്. നമുക്കേവർക്കും പ്രിയപ്പെട്ട കുത്തുബ് മിനാറിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് കുത്തുബ് മിനാർ. ഇഷ്ടിക കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മിനാറാണ് കുത്തുബ് മിനാർ. കുത്തുബ് മിനാറിലെ കെട്ടിടങ്ങളെല്ലാം AD 1200-ൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. സൗത്ത് ഡൽഹിയിലെ മെഹ്റൂളിലാണ് കുത്തുബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി നാം പരിചയപ്പെടാൻ പോകുന്നത് താജ്മഹലാണ്. ചക്രവർത്തിയുടെ ഭാര്യ മുംതാസിന്റെ മരണശേഷമാണ് താജ്മഹൽ നിർമ്മിച്ചത്. താജ്മഹൽ മാർബിൾ കൊണ്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 22 വർഷം വന്നു ഇതിന്റെ പണി കഴിപ്പിക്കാൻ. ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കുന്നതിൽ മനുഷ്യനിർമ്മിതമായതിൽ ഒന്നാണ് താജ്മഹൽ. ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് താജ്മഹൽ. ആഗ്രയിലെ യമുന നദിക്കരയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ഇന്ത്യയുടെ ചിഹ്നം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് താജ്മഹൽ. എന്റെ ഡൽഹി യാത്രയിലെ എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.